മാനുഫാക്ചറിങ് സൈക്കിളും ഡെലിവറി ഓഫ് ദ മെറ്റീരിയലും തമ്മിലൊരു പ്രോപ്പർ സിങ്ക്രണൈസേഷൻ ഉണ്ടായിരിക്കണം. ഹോൾ ഓർഗനൈസേഷൻ ഹാവ് ടു ഫങ്ഷൻ പ്രോപ്പർലി ഫോർ ദി വെൽ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ദിസ് ജസ്റ്റ് ഇൻ ടൈം സിസ്റ്റം. Hi all, welcome to Competitive Cracker. I am Karen. So, net commerce-ലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിപ്പം എന്താണ് കണ്ടന്റ്, അതുമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഈ ഒരു കൊമേഴ്സിൻ്റെ അകത്ത് സിലബസ് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രീവിയസ് ഇയേഴ്സിലും ഒക്കെ റെപ്പറ്റേറ്റീവ് നേച്ചറിൽ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ജസ്റ്റ് ഇൻ ടൈം മാനുഫാക്ചറിങ്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ലീൻ മാനുഫാക്ചറിങ് എന്താണെന്നുള്ളതും കൂടെ നോക്കുന്നു. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ എന്താണ് ജസ്റ്റ് ഇൻ ടൈം മാനുഫാക്ചറിങ്? ഇതിൻ്റെ ഒരു പേര് പോലെ തന്നെ ജസ്റ്റ് ഇൻ ടൈം, ആ ഒരു ഇൻ ടൈമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുവാണ്, സാധനം സപ്ലൈസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക, അവിടുന്ന് നമ്മൾ കസ്റ്റമറിൻ്റെ കയ്യിൽ എത്തിക്കുക. അതാണ് ഇതിൻ്റെ ഒരു ബേസിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ഇൻ ടൈം നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പോൾ സാധനം വാങ്ങിച്ച് കസ്റ്റമറിൻ്റെ ഡിമാൻഡിനനുസരിച്ച് നമ്മൾ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ദിസ് ജസ്റ്റ് ഇൻ ടൈം മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. So this is a management philosophy. ഇച്ചിരൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ this is a Japanese management philosophy ആണ് ഈ just in time. So ഇവിടെ നമ്മൾ ചെയ്യുന്നത് മെയിനായിട്ട് we are producing the goods based on the customer demand exactly in time, quality and quantity. കസ്റ്റമർ എന്ത് ആവശ്യപ്പെടുന്നു, കസ്റ്റമർ ആവശ്യപ്പെടുന്ന ക്വാളിറ്റിയിൽ ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് നമ്മൾ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് അവരുടെ കയ്യിൽ എത്തിക്കുക. ദാറ്റ് ഈസ് what we do in this just in time manufacturing. Okay, ഇനിയും ഇതിൻ്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we have to produce with minimum cost. ഈ പ്രൊഡക്ഷൻ നടക്കണം, കസ്റ്റമറിൻ്റെ ഡിമാൻഡ് കറക്റ്റ് ടൈമിൽ നമ്മൾ മീറ്റ് ചെയ്യണം, അറ്റ് ദ സെയിം ടൈം നമ്മളുടെ കോസ്റ്റ് നമ്മൾ മിനിമൈസ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, സോ വി ക്യാൻ കട്ട് ഷോർട്ട് ദി ഒബ്ജക്റ്റീവ്സ് ഇൻ ടു. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ വരുന്ന അടുത്ത ഒബ്ജക്റ്റീവാണ് ഇൻക്രീസ് ദി ഇൻവെൻട്രി ടേൺ ഓവർ. ഇൻവെൻട്രി ടേൺ ഓവർ കൂട്ടുക, അതോടൊപ്പം തന്നെ കോസ്റ്റും റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ ബിസിനസ്സിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ടെക്നിക്ക് കൂടെയാണ് നമ്മളുടെ ഈ ഒരു ജസ്റ്റ് ഇൻ ടൈം മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. ഇനിയും ഇതിൻ്റെ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ഇത് ഇവോൾവ് ചെയ്തത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഇത് ഇടയ്ക്ക് നമ്മൾ മുമ്പ് മെൻഷൻ ചെയ്തു, ഇത് ജാപ്പനീസ് മാനേജ്മെൻറ്റ് ഫിലോസഫിയാണ്. സോ ജപ്പാനിൽ നിന്ന് തന്നെയാണ് ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ടൊയോട്ട കമ്പനിയിലാണ് ഫസ്റ്റ് ടൈം ഈ ഒരു കോൺസെപ്റ്റ് ഇൻ പ്രാക്ടീസിൽ കൊണ്ടുവന്നത്. സോ അവിടെ അത് സക്സസ് ആയി. ആ ഒരു ബേസിസിൽ നമുക്ക് ഇൻവെൻട്രി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്തതാണ് ഈ ഒരു പർട്ടിക്കുലർ കോൺസെപ്റ്റ്. അതിനുശേഷമാണ് ബാക്കിയുള്ള കമ്പനീസും ഈ ഒരു പ്രാക്ടീസ് ഫോളോ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. ദെൻ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഹൂ ഇൻട്രൊഡ്യൂസ് ദിസ് കോൺസെപ്റ്റ് എന്നുള്ളത്. സോ തൈച്ചി ഓഹോനാണ് ഇതിൻ്റെ ഒരു ഫാദർ ഓഫ് ജസ്റ്റ് ഇൻ ടൈം ആയിട്ട് നമ്മൾ കാണുന്നത്. ഓക്കെ, സോ ഫാദർ ഓഫ് ജസ്റ്റ് ഇൻ ടൈം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അപ്പോൾ ഇങ്ങനത്തെ ബേസിക് ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിലും വരാം. സോ അത് ഓർത്ത് വെക്കുക, തൈച്ചി ഓഹോൻ. ദെൻ ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു മാനുഫാക്ചറിങ് സ്ട്രാറ്റജിയുടെ ഒരു ശരിക്കുള്ള കംപ്ലീഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് ദി ഒപ്റ്റിമം സിങ്ക്രണൈസേഷൻ. എന്ത് രണ്ട് കാര്യങ്ങൾ സിങ്ക്രണൈസ് ചെയ്താലാണ് ഈ ഒരു കോൺസെപ്റ്റ് ശരിക്കും വർക്കൗട്ട് ആകുന്നതെന്നുള്ള അതിൻ്റെ സിങ്ക്രണൈസേഷൻ വരുന്നത് മാനുഫാക്ചറിങ് സൈക്കിളും ഡെലിവറി ഓഫ് ദ മെറ്റീരിയലും തമ്മിലൊരു പ്രോപ്പർ സിങ്ക്രണൈസേഷൻ ഉണ്ടായിരിക്കണം. അതായത് മാനുഫാക്ചറിങ് സൈക്കിൾ നമ്മുടെ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് നടന്നിരിക്കണം, അറ്റ് ദ സെയിം ടൈം കസ്റ്റമർ ആവശ്യപ്പെടുന്ന സമയത്ത് ഇത് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ടും പറ്റണം. അപ്പോൾ അവിടെ തമ്മിൽ ആ ഒരു രണ്ട് പ്രോസസ്സ് തമ്മിൽ വലിയ ഗ്യാപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ജസ്റ്റ് ഇൻ ടൈം സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ഹിസ്റ്ററി ഓഫ് ജസ്റ്റ് ഇൻ ടൈം. ഇനി അടുത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടറാണ് ഇതിൻ്റെ വേരിയസ് എലമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, കുറേ എലമെൻറ്റ്സ് തന്നെ ഈ ഒരു ജാപ്പനീസ് ഐഡിയോളജി ഫിലോസഫിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെയിൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്, എലിമിനേറ്റിംഗ് വേസ്റ്റ്, ഗുഡ് ഹൗസ് കീപ്പിംഗ്, അങ്ങനെ പറഞ്ഞ് കുറേ എലമെൻറ്റ്സ് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ആദ്യത്തെ എലമെൻറ്റ് തന്നെ നോക്കാം, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്. ഈ ഒരു ടേം നമുക്ക് ഈ ഒരു സിലബസ് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും പലയിടത്തായിട്ട് കണ്ടിട്ടുള്ളത് അല്ലേ. കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് മീനിങ് വരുന്ന ഒരു ജാപ്പനീസ് ടേമാണ് കൈസൻ എന്ന് പറയുന്നത്. സോ ആ ഒരു സ്ട്രാറ്റജിയും ആ ഒരു കോൺസെപ്റ്റും തിയറിയും കൂടെ നമുക്ക് ഇതിനോടൊപ്പം ആഡ് ചെയ്യാം. സോ ദാറ്റ് ഓൾസോ വിൽ കം അണ്ടർ ദിസ് ജസ്റ്റ് ഇൻ ടൈം കോൺസെപ്റ്റ്. അപ്പോൾ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് എൻഷുർ ചെയ്യുക,
അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ പ്രൊഡക്ഷൻ്റെ സമയത്തൊക്കെ ആയിട്ട് ഒരുപാട് വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഒരു നിയർലി 7 ടൈപ്സ് ഓഫ് വേസ്റ്റ് ആണ് ക്ലാസിഫിക്കേഷൻ ആണ് ഈ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രയും വേസ്റ്റുകൾ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു എലമെൻ്റ് ആയിട്ട് വരുന്നത്. ദെൻ കംസ് ദി ഗുഡ് ഹൗസ് കീപ്പിംഗ്. അപ്പം ഇതിൻ്റെ ആ ഒരു പ്രോപ്പർ ഫങ്ഷനിങ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എല്ലാം കൃത്യമായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ദ മാനേജ്മെൻറ്റ് ഷുഡ് ഫങ്ഷൻ വെരി വെൽ. അതിപ്പം ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഓർഗനൈസേഷൻ സെറ്റപ്പ് ആ ഒരു പർട്ടിക്കുലർ ഹൈജീനിൽ വേണം നടക്കാൻ. ദെൻ സെറ്റപ്പ് ദി ടൈം റിഡക്ഷൻ. ടൈം അതനുസരിച്ച് കുറയ്ക്കുക. അതായത് ടൈം വേസ്റ്റേജ് ആണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും നമ്മുടെ ഒരു നോർമൽ ഇൻവെൻട്രി ബേസിസിൽ അല്ലെങ്കിൽ ഒരു നോർമൽ ഇൻവെൻട്രി നമ്മൾ കൺട്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്കും അവിടെ ഏറ്റവും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു ടൈം വേസ്റ്റേജ്. ഒന്നെങ്കിൽ ഐഡിൽ ടൈമിൻ്റെ ഇഷ്യൂ കാണാം, അല്ലെങ്കിൽ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തോട്ട് ഗുഡ്സ് എത്തിക്കുന്നതിൻ്റെ ഒരു ടൈം വേസ്റ്റേജ് കാണാം. സോ ഇങ്ങനത്തെ വേസ്റ്റ് എല്ലാം തന്നെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളത് ഈസ് അനദർ എലമെൻറ്റ്. പിന്നെ മിക്സ്ഡ് പ്രൊഡക്ഷൻ. പല രീതിയിൽ അല്ല പല പ്രൊഡക്ട്സും ഓരോ സമയം അനുസരിച്ച് ഏതിനാണോ കൂടുതൽ പ്രോഫിറ്റബിൾ ഉണ്ടാകുന്നത്, അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മളുടെ പ്രൊഡക്ഷൻ സൈക്കിളും നമ്മൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ 3 ജാപ്പനീസ് ടേംസ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. കാൻബാൻസ്, ജുഡോക്ക, ആൻഡൻസ്. ഈ 3 ജാപ്പനീസ് ടേംസിനും അതിൻ്റെതായ ചില അർത്ഥങ്ങളും ഉണ്ട്. അതിനി എന്താണെന്ന് നോക്കാം. കാൻബാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ട്രാക്ക് ദി ഓർഡേഴ്സ്. ഇപ്പോൾ ഈ ഒരു പ്രൊഡക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മളുടെ ഓർഡേഴ്സ് ട്രാക്ക് ചെയ്യണം. അതായത് കസ്റ്റമറുടെ ഡിമാൻഡ് എന്താണെന്നുള്ളത് നമ്മൾ ട്രാക്ക് ചെയ്യണം. അതനുസരിച്ച് പുതിയ മെറ്റീരിയൽസും മെഷീൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഓർഡർ ചെയ്യുകയൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ദിറ്റ് റിക്വയർസ് ലിറ്റിൽ ബിറ്റ് ഓഫ് എഫേർട്ട്. അപ്പോൾ ആ ഒരു എഫേർട്ട്, ആ പ്രോസസ്സിനെയാണ് നമ്മൾ കാൻബാൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എലമെൻറ്റ് വരുന്നതാണ് ജുഡോക്ക. ജുഡോക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓട്ടോമേഷൻ പ്രോസസ്സാണ്. ദാറ്റ് മെയിൻലി റിലേറ്റഡ് വിത്ത് ദ മെഷീനറി. ഇപ്പം മെഷീൻസിനൊക്കെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് സ്റ്റോപ്പ് ആകും. അതായത് ഫർദർ പ്രൊഡ്യൂസ് ചെയ്ത് കൂടുതൽ ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം അവിടെ എന്തെങ്കിലും ഡിഫക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്താൽ മെഷീൻ തന്നെ അവിടെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യും. അത് റെക്ടിഫൈ ചെയ്തതിന് ശേഷം 100% ക്വാളിറ്റിയിലായിരിക്കും പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. സോ അതാണ് ഈ ജുഡോക്ക എന്ന് പറയുന്ന എലമെൻറ്റ്. ദ ലാസ്റ്റ് വൺ ഈസ് ആൻഡൻസ്. ആൻഡൻസിൽ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത പ്രോബ്ലത്തിനെ റെക്ടിഫൈ ചെയ്യുക അല്ലെങ്കിൽ ട്രബിൾ ഷൂട്ട് ചെയ്യുക. അതിനെയാണ് ആൻഡൻസ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയുമാണ് ബേസിക് എലമെൻറ്റ്സ് ഓഫ് ജസ്റ്റ് ഇൻ ടൈം. ഇതെല്ലാം തന്നെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മെയിനായിട്ടും ഈ ഒരു റീസെൻറ്റ് ഇയേഴ്സ് ആയിട്ട് വരുന്ന ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസിൽ ഈ ജാപ്പനീസ് ടേം തന്നെ തന്നിട്ട് അതിൻ്റെ മീനിങ് എന്താണ് എന്നുള്ള രീതിയിൽ ചോദിക്കും, അല്ലെങ്കിൽ മീനിങ് നമുക്ക് തന്നിട്ട് ആ ടേം റിലേറ്റ് ചെയ്ത് വരുന്ന കോൺസെപ്റ്റ് ഏതാണെന്നുള്ളത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ് നോക്കേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സ് ഡിസൈൻ ചെയ്യുക. അതായത് ആദ്യമേ തന്നെ വി നീഡ് എ പ്രോപ്പർ പ്ലാൻ. അപ്പോൾ ആ ഒരു പ്രോസസ്സ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ ഡിസൈൻ ചെയ്യുക. നെക്സ്റ്റ് വേണ്ടുന്നത് ഒരു മാനേജ്മെൻ്റ് ആണ്. മാനേജ്മെൻറ്റ് വെറും മാനേജ്മെൻ്റ് അല്ല, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻ്റ് ആണ് എൻഷുർ ചെയ്യുന്നത്. ഇപ്പോൾ ഹോൾ ഓർഗനൈസേഷൻ ഹാവ് ടു ഫങ്ഷൻ പ്രോപ്പർലി ഫോർ ദി വെൽ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ദിസ് ജസ്റ്റ് ഇൻ ടൈം സിസ്റ്റം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പ്രോപ്പർ മാനേജ്മെൻറ്റ് വേണം. അടുത്തത് പുൾ ഓർ കാൻബാൻ. അത് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു. ഓർഡേഴ്സ് പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യുക, അതാണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത്. ദെൻ വി ഹാവ് ടു എസ്റ്റാബ്ലിഷ് എ പ്രോപ്പർ വെൻഡർ റിലേഷൻഷിപ്പ്. അതായത് സപ്ലയേഴ്സ് കറക്റ്റ് സമയം നമുക്ക് ഗുഡ്സ് തന്നാൽ മാത്രമേ നമുക്ക് കസ്റ്റമറിൻ്റെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ അത് അവിടെ ഒരു പ്രോപ്പർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ദെൻ ഇൻവെൻട്രീസ് അതിൻ്റെ കറക്റ്റ് ഫോമിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ദെൻ ഇതിനനുസരിച്ച് നമ്മളുടെ എംപ്ലോയീസിനെ അല്ലെങ്കിൽ സ്റ്റാഫിനെ അവരുടെ എബിലിറ്റീസ് കേപ്പബിലിറ്റീസ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യണം. അവർക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ തന്നെ പ്രൊവൈഡ് ചെയ്യുക. ദെൻ ഡ്യൂറിങ് ദ ലാസ്റ്റ് സ്റ്റേജസ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രൊഡക്റ്റും പ്രോസസ്സും എല്ലാം ഓൾവേസ് കണ്ടിന്യൂസ്ലി റിഫൈൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ആൻഡ് ഫൈനലി വി ഹാവ് ടു റിവ്യൂ അവർ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. KPI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. നമ്മുടെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് നമ്മുടെ ഫേമിൽ കാണും. ലൈക്ക് ഇപ്പോൾ സെയിൽസ് ഒരു ഫാക്ടറാണ്, കോസ്റ്റ് ഒരു ഫാക്ടറാണ്. അപ്പോൾ ഇങ്ങനത്തെ പല ഇൻഡിക്കേറ്റേഴ്സിനെയും നോക്കിയിട്ട് നമ്മളുടെ ഈ പ്ലാനിന് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു റീഡിസൈൻ ഓൾ ദീസ് തിങ്സ്. സോ ആ ഒരു റിവ്യൂ ആണ് നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലായിട്ട് നടക്കുന്നത്. സോ ജസ്റ്റ് ഇൻ ടൈമിൻ്റെ സ്റ്റേജ് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഡിസൈനിൽ തുടങ്ങി റിവ്യൂവിൽ അവസാനിക്കണം. അപ്പോൾ ആ പ്രോസസ്സ് അഗെയിൻ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഈ സ്റ്റേജസ് നമ്മൾ ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെ മനസ്സിലാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി വരുന്നത്
ഷഫിൾ ചെയ്ത് തരും. അതിൽ നിന്ന് വി ഹാവ് ടു അറേഞ്ച് ഇൻ കറക്റ്റ് സീക്വൻസ്. അപ്പോൾ കറക്റ്റ് ഓർഡർ അനുസരിച്ച് നമ്മൾ ചെയ്യാനായിരിക്കും വരുന്നത്. അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയാൽ ഈസി ആയിട്ട് നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനിയും ഇതിൻ്റെ മുന്നേ നമ്മൾ പറഞ്ഞു വേസ്റ്റ് ഉണ്ടെന്ന് അല്ലേ, എലിമിനേറ്റ് വേസ്റ്റ് എന്നുള്ളതാണ് ഇതിൻ്റെ വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ വേസ്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. 7 ഐഡൻറ്റിഫൈഡ് വേസ്റ്റ് എന്ന് പറയുന്നത് വേസ്റ്റ് ഫ്രം ഓവർ പ്രൊഡക്ഷൻ. ഒന്ന് ചുമ്മാ ഡിമാൻഡ് കൺസിഡർ ചെയ്യാതെ നമ്മൾ ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ബിസിനസ് മേ ഇൻകർ സോ മച്ച് വേസ്റ്റ്. അപ്പോൾ അതാണ് ഒരെണ്ണം വരുന്നത്. ദെൻ വരുന്നത് വേസ്റ്റ് ഓഫ് വെയിറ്റിംഗ് ടൈം. ഇങ്ങനെ അൺനെസസറി വെയിറ്റിംഗ്, അതായത് കസ്റ്റമർ സപ്ലയേഴ്സ് പ്രൊഡക്റ്റ് തരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക, മെറ്റീരിയൽ തരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക, അങ്ങനത്തെ വെയിറ്റിംഗ് ടൈം എല്ലാം അവോയ്ഡ് ചെയ്യുക. ട്രാൻസ്പോർട്ടേഷൻ വേസ്റ്റ് അവോയ്ഡ് ചെയ്യുക. പ്രോസസ്സിംഗ് വേസ്റ്റ്, ഇൻവെൻട്രി വേസ്റ്റ്, വേസ്റ്റ് ഓഫ് മോഷൻ ആൻഡ് വേസ്റ്റ് ഫ്രം പ്രൊഡക്ഷൻ ഡിഫെക്ട്സ്. ദീസ് ആർ ദ വേസ്റ്റ് വിച്ച് ആർ റെക്കഗ്നൈസ്ഡ് അണ്ടർ ദിസ് കോൺസെപ്റ്റ്. അപ്പോൾ ഇത്രയുമാണ് 7 വേസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾസ്. ഈ ജസ്റ്റ് ഇൻ ടൈമിന് വേരിയസ് പ്രിൻസിപ്പിൾസ് ആണ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 5 zeros എന്ന് ഓർത്താൽ മതി. ഈ 5 zeros എന്തൊക്കെയാണെന്നുള്ളതിന് പറയാം. 0 സ്റ്റോക്ക്, 0 ഡിലേ, 0 ഫെയിലിയർ, 0 ഡിഫെക്ട്സ് ആൻഡ് 0 പേപ്പർ. ഓക്കെ, ഈ 5 zeros ആർ ദി പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റ് ഇൻ ടൈം. 0 സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഇൻവെൻട്രി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, കസ്റ്റമർ ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ചാണ് പ്രൊഡക്റ്റ് കൊടുക്കുന്നത്. സോ 0 സ്റ്റോക്ക്. 0 ഡിലേ, പറയുന്ന സമയത്ത് തന്നെ നമ്മൾ പ്രോഡക്റ്റ് എത്തിക്കും. 0 ഫെയിലിയർ, 0 ഡിഫക്റ്റും 0 ഫെയിലിയറും നമ്മളുടെ ആ ഒരു പ്രോപ്പർ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് വഴി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് 0 പേപ്പർ വർക്ക്സ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ജസ്റ്റ് ഇൻ ടൈമിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അപ്പം മെറിറ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ വേസ്റ്റ് എല്ലാം തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ദെൻ ഇറ്റ് റിമൂവ്സ് ദ വേരിയബിലിറ്റി ഇൻ ദി ഔട്ട്പുട്ട് ആൻഡ് ഇറ്റ് ഇംപ്രൂവ്സ് ദി ഔട്ട്പുട്ട് ആസ് സച്ച്. ഓക്കെ, ഇനിയും മെറിറ്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ലിമിറ്റേഷൻസും നമ്മൾ മനസ്സിലാക്കിയിരിക്കാൻ. ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സപ്ലയറിന് നമ്മൾ കസ്റ്റമർ ഡിമാൻഡ് കിട്ടുമ്പോഴാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ആ ഒരു സപ്ലയർ കറക്റ്റ് സമയത്ത് മെറ്റീരിയൽസ് ഒന്നും പ്രൊവൈഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വി വിൽ ബി ഇൻ ട്രബിൾ. അതായത് കസ്റ്റമറിനെ ചിലപ്പോൾ നഷ്ടപ്പെടാനും അങ്ങനത്തെയുള്ള ചാൻസസ് ഒക്കെ തന്നെയാണ്. അത് ബിസിനസ്സിനെ സംവാട്ട് നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഇനിയും ഈ ഒരു ജസ്റ്റ് ഇൻ ടൈമുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ് ലീൻ മാനുഫാക്ചറിങ്. ഇതിൻ്റെ ഒരു ഇച്ചിരൂടെ വൈഡർ ആൻഡ് ഹോളിസ്റ്റിക് അപ്രോച്ച് ആണ് ലീൻ മാനുഫാക്ചറിങ്ങിനകത്ത് വരുന്നത്. നമ്മൾ ജസ്റ്റ് ഇൻ ടൈമിൻ്റെ അകത്ത് പ്രോഡക്റ്റ് കറക്റ്റ് സമയത്ത് എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളായിരുന്നു നമ്മളുടെ എയിം എന്നുണ്ടെങ്കിൽ, ലീൻ മാനുഫാക്ചറിങ്ങിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും അത് ആ ഒരു പ്രോഡക്റ്റ് എത്തിയപ്പോൾ കസ്റ്റമർ ഹാപ്പി ആണോ, അത് കസ്റ്റമറിൻ്റെ ഒരു വാല്യൂ ആഡഡ് കോൺട്രിബ്യൂഷൻ അതിൻ്റെ അകത്ത് നടന്നോ എന്നുള്ള ഒരു എലമെൻറ്റും കൂടെ ലീൻ മാനുഫാക്ചറിൻ്റെ കേസിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ ദിസ് ഇസ് എ ഹോളിസ്റ്റിക് അപ്രോച്ച് ആസ് വെൽ ആസ് ഒരു കസ്റ്റമർ സെൻട്രിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ലീൻ മാനുഫാക്ചറിങ്ങിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ആൻ ഹോളിസ്റ്റിക് അപ്രോച്ച് ടു എലിമിനേറ്റ് ദ വേസ്റ്റ് ആൻഡ് it aims at providing quality products to the customers. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ജസ്റ്റ് ഇൻ ടൈം പോലെ തന്നെ ഒരുപാട് പ്രിൻസിപ്പിൾസ് നമ്മൾ ഇതിൻ്റെ അകത്തും ഫോക്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നോട്ട് ജസ്റ്റ് ഫോക്കസിങ് ഓൺ ഇൻവെൻട്രി, കംപ്ലീറ്റ് ഓർഗനൈസേഷനും അല്ലെങ്കിൽ ഫേമും ഒരുമിച്ച് നിന്ന് ആണ് ഈ ഒരു പ്രോസസ്സിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഏറ്റവും വലിയ സാമ്യം എന്ന് പറയുന്നത്, ഈ സിമിലാരിറ്റി എന്ന് പറയുന്നത് എലിമിനേറ്റ് വേസ്റ്റ് ചെയ്യുക, അതുപോലെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുക ആണെങ്കിലും ഡിഫറൻസ് ലൈസ് വിത്ത് ദി അപ്രോച്ച്. ഈ ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്ന ഒരു ബിസിനസ് സെൻട്രിക് അപ്രോച്ച് ആണെങ്കിൽ നമ്മുടെ ലീൻ മാനുഫാക്ചറിങ് ഇസ് എ കസ്റ്റമർ സെൻട്രിക് അപ്രോച്ച്. സോ ഇതിൻ്റെ ഒരു റോള് രണ്ടിൻ്റെ കോമൺ ആയിട്ട് നമുക്ക് വേസ്റ്റ് എലിമിനേഷനും അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതുമാണ്. ഓക്കെ, സോ ഇതുപോലത്തെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സ് നമ്മുടെ സിലബസിൽ, നെറ്റ് കൊമേഴ്സിൻ്റെ സിലബസിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഏറ്റവും രസകരമായ രീതിയിൽ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ സാധിക്കണം. കാരണം ഇനി കുറച്ച് ദിവസം കൂടെ മാത്രമേ നമുക്ക് ഈ ഒരു നെറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ളൂ. ജൂണിൽ എക്സാം വരുവാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കാൻ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ 60 days ക്രാഷ് കോഴ്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ എക്സ്പേർട്ട് ഫാക്കൽറ്റീസിൻ്റെ വക ഇങ്ങനെ നമ്മൾക്ക് PDF നോട്ട്സോടും കൂടി സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള കണ്ടൻറ്റും എല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു 60 days ക്രാഷ് കോഴ്സ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തവണത്തെ ജൂണിലെ നെറ്റ് എക്സാം നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ 60 days ക്രാഷ് കോഴ്സ് തീർച്ചയായിട്ടും നമ്മൾ ഈ വരുന്ന ജൂൺ നെറ്റ് എക്സാമിന് നിങ്ങളെ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. സോ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ
കോൺടാക്റ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതുപോലത്തെ യൂസ്ഫുൾ കണ്ടന്റുമായിട്ട് ഞങ്ങൾ ഇനിയും വരാം. സോ അതുവരേക്കും ബൈ.